പെൺകുട്ടികളെ വലയിലാക്കാൻ മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉപയോഗിച്ചെന്ന് ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി വി.കെ. സനോജ്. ക്രൈം സിൻഡിക്കേറ്റിലെ ഒന്നാമൻ ഷാഫി പറമ്പിലാണ്. വടകരയിൽ ഫ്ളാറ്റിൽ ക്ഷണിച്ചു എന്ന് പരാതിക്കാരി പറയുന്നു. വടകരയിൽ ആർക്കാണ് ഫ്ളാറ്റുള്ളത്? സമഗ്രമായ അന്വേഷണം വേണമെന്നും വി.കെ. സനോജ് ആവശ്യപ്പെട്ടു. കോൺഗ്രസിനെ ഇന്ന് നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ക്രൈം സിൻഡിക്കേറ്റ് ഉണ്ട്. അത് രാഹുൽ മാങ്കൂട്ടം അടങ്ങുന്ന സിൻഡിക്കേറ്റാണ്. കേരളത്തിൽ ഇത് നേതൃത്വം കൊടുക്കുന്നത് ഷാഫി പറമ്പിൽ MP-യാണ്. ഇന്നിപ്പോൾ ഒരു പെൺകുട്ടി പോലീസ് കൊടുത്ത മൊഴിയായിട്ട് രേഖപ്പെടുത്തിയിട്ട് പുറത്തു വന്നിട്ടുള്ളത് എന്നെയും പണം സമാഹരിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്തിയിരുന്നു. വയനാട്ടിലെ ദുരന്തബാധിതരുടെ കണ്ണീരൊപ്പാൻ എന്ന് പറഞ്ഞിട്ട് ഈ ഇരപിടിയൻ പെൺകുട്ടികളെ വശീകരിക്കാൻ വേണ്ടിയിട്ട് ആ പുനരധിവാസ പ്രവർത്തനത്തെ ഉപയോഗിച്ചു എന്നതാണ് ഗൗരവമായിട്ടുള്ള കാര്യം. വടകരയിലെ ഫ്ളാറ്റിലേക്ക് ക്ഷണിക്കപ്പെട്ടു എന്നാ പറഞ്ഞത്. നമ്മൾ മനസ്സിലാക്കിയെടുത്തോളം രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഫ്ളാറ്റ് പാലക്കാടാണ്. അപ്പോൾ വടകരയിൽ ഫ്ളാറ്റുള്ളത് ആർക്കാണ്? അപ്പോൾ അത് സംബന്ധിച്ചും ഗൗരവമായ അന്വേഷണം നടത്തേണ്ടതുണ്ട്. അഭിജിത്ത് മുഴക്കുന്നാണ് ചേരുന്നത്. അഭിജിത്ത്, ഇപ്പോൾ നമ്മൾ നേരത്തെ കണ്ടതാണ് മുണ്ടക്കൈ ചുരൽമല ദുരന്തമൊക്കെ മറയാക്കിക്കൊണ്ട് ചില തരത്തിലുള്ള ലക്കി ഡ്രോ, അതിൽ ഈ അതിജീവിതയുമായി ബന്ധപ്പെട്ട പണം തട്ടിയെടുത്തതൊക്കെ അതിന്റെ വിവരങ്ങളൊക്കെ റിമാൻഡ് റിപ്പോർട്ടിൽ നമ്മൾ കണ്ടതാണ്. ഡിവൈഎഫ്ഐ ഉയർത്തുന്ന ആരോപണങ്ങൾ എന്തൊക്കെയാണ്? വിനീത, അതിരൂക്ഷമായ വിമർശനം, ആരോപണമൊക്കെയാണ് ഇപ്പോൾ ഡിവൈഎഫ്ഐ ഉയർത്തുന്നത്. അതിൽ പ്രധാനപ്പെട്ട കാര്യം രാഹുലിനെതിരെ മാത്രമല്ല, പരോക്ഷമായി ഷാഫിയെ കൂടി ലക്ഷ്യമിടുകയാണ് ഡിവൈഎഫ്ഐ. അതിൽ ഒന്നാമത്തെ കാര്യം വിനീത, ഈ ഒരു ക്രിമിനൽ സംഘമാണ് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അതിലെ ഒരു പ്രധാന കണ്ണിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. അതേസമയം ഇതിനൊക്കെ നേതൃത്വം നൽകുന്നത് ഷാഫി പറമ്പിൽ MP-യാണ് എന്നുള്ളതാണ് ഡിവൈഎഫ്ഐയുടെ ആരോപണം. അതിലൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത് ഈ വടകരയിലെ ഫ്ളാറ്റുമായി ബന്ധപ്പെട്ട് ഈ യുവതി നൽകിയ മൊഴിയാണ്. വടകരയിലെ ഒരു ഫ്ളാറ്റിലേക്ക് തന്നെ രാഹുൽ ക്ഷണിച്ചു എന്ന് യുവതി മൊഴി നൽകുന്നുണ്ട്. അപ്പോൾ ആരുടെ ഫ്ളാറ്റാണ് വടകരയിലുള്ളത്? പാലക്കാട്ടെ MLA ആയ രാഹുലിന്റെ ഫ്ളാറ്റ്, അത് പാലക്കാടല്ലേ ഉണ്ടാകേണ്ടത്? എങ്ങനെയാണ് വടകരയിൽ ഒരു ഫ്ളാറ്റ് ഉണ്ടാവുക? അതിനെക്കുറിച്ച് സമഗ്രമായ ഒരു അന്വേഷണം നടത്തണം തുടങ്ങിയ കാര്യങ്ങളാണ് ഏതായാലും ഡിവൈഎഫ്ഐ ഉന്നയിക്കുന്നത്. ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി വി.കെ. സനോജ് തന്നെ പറയുന്നത്. മറ്റൊന്ന്, ഈ വയനാട്ടിലെ ദുരന്തബാധിതർക്കായി വീട് നൽകുന്നതുമായി ബന്ധപ്പെട്ടാണ്. ആദ്യം മുതൽ തന്നെ വലിയ വിമർശനം ഉയർന്നിരുന്നു. ഈ വീടുകൾ നിർമ്മിച്ചു നൽകാമെന്ന് യൂത്ത് കോൺഗ്രസ് പറയുന്നു. പക്ഷേ വീട് എവിടെ എന്നുള്ള ചോദ്യം ഡിവൈഎഫ്ഐ ഉൾപ്പെടെ ഉന്നയിച്ചതാണ്. അത്തരം കാര്യങ്ങൾക്ക് വേണ്ടി പെൺകുട്ടികളെ വശീകരിക്കുന്നു, ഉപയോഗപ്പെടുത്തുന്നു തുടങ്ങിയ ഡിവൈഎഫ്ഐ ഗുരുതര ആരോപണമാണ് ഏതായാലും ഉയർത്തുന്നത്. വി.കെ. സനോജ് ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി പ്രതികരണമാണ് നമ്മൾ കണ്ടത്. അഭിജിത്ത് മുഴക്കുന്ന വിവരങ്ങൾ നൽകിയായിരുന്നു.